Let us discuss about 5 things that you should never say to a new mom. Number 1 is unwanted suggestions. ഒരിക്കലും വെള്ളം കുടിക്കുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ വെള്ളം ഒരുപാട് കുടിക്കാൻ പാടില്ല അല്ലെങ്കിൽ നമ്മൾ കഴിച്ചിട്ടുള്ള മെഡിക്കേഷൻസ് ന്യൂ മോംസിന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള തെറ്റായിട്ടുള്ള സജഷൻസ് ആൻഡ് ഇൻഫർമേഷൻസ് ഒരിക്കലും ഒരു ന്യൂ മോമിന് കൊടുക്കാതിരിക്കുക. പ്രത്യേകിച്ചും ഒരു സ്ലീപ്പ്, സ്ട്രെസ് റിലേറ്റഡ് ഇഷ്യൂസിനെ പറ്റിയൊക്കെ മെഡിക്കേഷൻസ് ഒന്നും ഒരിക്കലും സജസ്റ്റ് ചെയ്യാതിരിക്കാം. രണ്ടാമതെന്ന് പറയുന്നത് കമ്പാരിസൺ ആണ്. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ടല്ലേ, കുഞ്ഞിനെ കാണുന്നുണ്ട്, കുഞ്ഞിന്റെ വെയിറ്റ് കമ്പാരിസൺ നമ്മൾ നടത്തും. മറ്റേ കുഞ്ഞിന് ഇത്ര വെയിറ്റ് ഉണ്ടല്ലോ, നിന്റെ കുഞ്ഞിന് എന്താ വെയിറ്റ് ഇല്ല. സോ കോൺഷ്യസ്നെസ് ആണ് ഇത് കൂട്ടുന്നത്. സിസേറിയൻ ഡെലിവറി അല്ലെങ്കിൽ വജൈനൽ ഡെലിവറി, വജൈനൽ ആയല്ലോ, വജൈനൽ അല്ലെങ്കിൽ നോർമൽ ഡെലിവറി ആയല്ലോ, നിനക്ക് എന്താ ആവാഞ്ഞെന്നൊക്കെ ഉള്ളൊരു തോട്ട് നമ്മളൊരു മൈൻഡിലേക്ക് ഇട്ട് കൊടുക്കാതിരിക്കുക. അടുത്തെന്ന് പറയുന്നത് ബോഡി വെയിറ്റ്. പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് വെയിറ്റ് വെച്ചു, ഇനി ഈ വെയിറ്റ് നീ എങ്ങനെ കുറയ്ക്കും എന്നൊക്കെയുള്ള ചിന്തകൾ. ബ്രസ്റ്റ് മിൽക്ക് കമ്പാരിസൺസ് നടത്തുക. അയ്യോ ബ്രസ്റ്റ് മിൽക്ക് കുറവാണോ, ഫോർമുല ഫീഡിങ് ചെയ്യുന്നുണ്ടോ, അത് തെറ്റല്ലേ. അതേപോലെ തന്നെ എപ്പോഴും നമ്മൾ കാണാറുണ്ട് ബ്രസ്റ്റ് സൈസ് വെച്ചിട്ട് ബ്രസ്റ്റ് മിൽക്കിന്റെ സെക്രീഷൻസിനെ ജഡ്ജ് ചെയ്യാറുണ്ട് ചിലര്. ഇതൊക്കെ വളരെ തെറ്റായിട്ടുള്ള കമ്പാരിസൺസ് ആണ്. അടുത്തെന്ന് പറയുന്നത് റെസ്പെക്ടിങ് ദ ജേർണിയാണ്. നമുക്കറിയാം എല്ലാവരുടെ ജേർണി എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ചിലർക്കത് പോസിറ്റീവ് ആയിരിക്കും, ചിലർക്കത് നെഗറ്റീവ് ആയിരിക്കും, ചിലർക്കത് മിക്സ്ഡ് ഇമോഷൻസ് ആയിരിക്കും. അപ്പൊ എന്ത് തന്നെ ആയാലും എപ്പോഴും നമ്മളൊരു പോസിറ്റീവ് അഫർമേഷൻസ് ആണ് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു സപ്പോർട്ട്. എപ്പോഴും ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ഈസി ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ഫോർത്ത് എന്ന് പറയുന്നത് ജേർണി കമ്പാരിസൺസ് ആണ്. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, പലരും പറയാറുണ്ട്, എന്റെ കാലഘട്ടത്തിൽ ഞാൻ ഇങ്ങനെ ആയിരുന്നു, എനിക്ക് ചെയ്യാൻ പറ്റിയുള്ളൂ, നിനക്ക് എന്താ ചെയ്യാൻ പറ്റാത്ത. നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു കാലഘട്ടം വളരെ വ്യത്യസ്തമാണ്. എല്ലാവരും വളരുന്ന രീതി, ശൈലി, ആഹാരം കഴിക്കുന്ന രീതി, അല്ലെങ്കിൽ നമ്മുടെ ഒരു എൻവയോൺമെന്റ് തന്നെ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കമ്പാരിസൺ ഇപ്പൊ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അത് വളരെയധികം തെറ്റാണ്. അപ്പൊ അങ്ങനെയുള്ള ജേർണി കമ്പാരിസൺസ് തീർച്ചയായിട്ടും നമുക്ക് ഒഴിവാക്കാം. അഞ്ചാമതെന്ന് പറയുന്നത് കേഴ്സിംഗ് ദെയർ മെന്റൽ സ്റ്റേറ്റസ് ആണ്. നമുക്കറിയാം പുതിയൊരു അമ്മ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് മെന്റൽ സ്ട്രെസ് ഉണ്ടാവും. അവർ എത്രത്തോളം ഈ ഒരു പ്രഗ്നൻസിയിൽ ഹാപ്പിനെസ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എല്ലാവർക്കും അത് ഒരേപോലെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം എന്നില്ല. ഹാപ്പിനെസ് ഈ ഒരു സ്റ്റേറ്റിൽ ഒരിക്കലും നമുക്ക് കുഞ്ഞുണ്ടായി നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ കുഞ്ഞിനെ താലോലിക്കുക, കൊണ്ടു നടക്കുക, അതൊന്നും എല്ലാ അമ്മമാർക്ക് പറ്റണമെന്നില്ല. അതിനർത്ഥം ആ അമ്മയ്ക്ക് ആ കുഞ്ഞിനോട് സ്നേഹമില്ല എന്നല്ല. അതൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. ആൻസൈറ്റി, ഡിപ്രഷൻ, സ്ട്രെസ്, ഉറക്കക്കുറവ്, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളും ടോർച്ചറുകളുമാണ് ഒരു ന്യൂ അമ്മ കടന്നു പോകുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് വെച്ചിട്ട് നമ്മൾ ഒരു അമ്മയെ ഒരിക്കലും വിലയിരുത്താൻ പാടുള്ളതല്ല. അപ്പൊ എപ്പോഴും പോസിറ്റീവായിട്ട്, ഹാപ്പി ആയിട്ട്, അവർക്ക് എപ്പോഴും ഒരു സപ്പോർട്ട്ഫുൾ ആയിട്ട് നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുക. ഓൾവേസ് റിമെമ്പർ, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദ ന്യൂ ബോൺ ബേബി, ഇറ്റ് ഈസ് ഓൾസോ എ ന്യൂ ബോൺ മോം ആസ് വെൽ. So let us support and care to all the new moms out there. Thank you.